ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് 227. നമ്മൾ സ്കന്ധം 54-ാമത്തെ ഉപനിഷത്തായിട്ട് കഠോപനിഷത്താണ് നോക്കുന്നത്. അതിൽ 50-ാമത്തെ ക്ലാസ്സാണ്. ഇതിൽ 3-ും 4-ഉം മന്ത്രങ്ങളാണ് നോക്കുന്നത്. ഇത് നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീവാത്മാവിൻ്റെ പരമാത്മാവിൻ്റെ അവസ്ഥകളെ പറ്റിയെല്ലാമാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് അതിലേക്ക് 3-ലേക്ക് ആദ്യം തന്നെ കടക്കാം. എന്താണ് പറയുന്നതെന്ന് നോക്കാം. 3-ൽ പറയുന്നത്, ഈ ശരീരത്തിൽ തുടർച്ചയായി പ്രാണ അപാനാദി വായുക്കളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ തുടർച്ചയായിട്ട് പ്രാണൻ അപാനൻ മുതലായ വായുക്കൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പ്രാണൻ അപാനൻ എന്നീ വായുക്കൾ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ശ്വാസമല്ല, നമ്മുടെ നാഡികളിലൂടെ വായു സമാനമായി സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റമാണ്. നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത് നാഡികളിലൂടെയുള്ള സിഗ്നൽ സിസ്റ്റമാണ്. നാഡികളിലൂടെ പല സിഗ്നലുകൾ ശരീരത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നുണ്ട്. അങ്ങനെ ശരീരത്തിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന 5 പ്രധാനപ്പെട്ട വായുവിനെ പറ്റിയാണ് ഇവിടെ പ്രാണൻ, അപാനൻ, സമാനൻ എന്നെല്ലാം പറഞ്ഞത്. അതിൽ പ്രാണനും അപാനനുമാണ് പ്രധാനം. ആ നാഡികൾ ഹൃദയത്തിൽ നിന്ന് ആരംഭിച്ചിട്ട് ആ നാഡികളിലൂടെയുള്ള ആ സിഗ്നൽ സിസ്റ്റമാണ് നമ്മളെ എല്ലാ പ്രധാനപ്പെട്ട അവയവങ്ങളെയെല്ലാം പ്രവർത്തനങ്ങളെ അകത്തുനിന്ന് നിയന്ത്രിക്കുന്നത്. അപ്പോൾ അത് നിർത്താതെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ ഹൃദയം ഇടിപ്പ് നിൽക്കില്ല. ദഹന പ്രക്രിയയെല്ലാം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള നാഡികളിലൂടെ സഞ്ചരിക്കുന്ന വായുവാണ് പ്രാണനപാനം. ഇത് പരമാത്മാവിൻ്റെ പ്രേരണയാലും ശക്തിയാലും സംഭവിക്കുന്നു. ഇതിനെ നിയന്ത്രിക്കുന്നതാകട്ടെ പരമാത്മാവിൻ്റെ പ്രേരണയാലും ശക്തിയാലുമാണ്. ആ നാഡികളിലൂടെയുള്ള വായു സഞ്ചാരത്തിലൂടെയാണ് നമ്മൾ ഞാൻ എന്ന ഒരു ജീവൻ വെക്കുന്നത് തന്നെ. ആ പ്രാണനപാനെല്ലാം നിലച്ചാൽ ശരീരത്തിൻ്റെ പ്രവർത്തനവും നിൽക്കും. അപ്പം നമ്മളെ കർമ്മനിരതരാക്കുന്നത്, ജീവൻ നൽകി കർമ്മനിരതരാക്കുന്നത് ഈ പരമാത്മാവെന്ന പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ശക്തിയാണ്. ആ ശക്തിയാണ് നമ്മളെ ശരീരമായിട്ട് മാറിയത്. നമ്മളെ ശരീരത്തിൽ നാഡികളുടെ പ്രേരക ശക്തിയായി ഒഴുകിയിട്ട് നമ്മിൽ ഞാനെന്ന ചിന്തയെല്ലാം ഉണ്ടാക്കിയിട്ട് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുകയാണ് ആ പരമാത്മാവ്. എന്തിനു വേണ്ടി? നമ്മളെ സൃഷ്ടിച്ചത് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതിന് അറിയാം നമ്മളെ കൊണ്ട് എന്തെല്ലാം കർമ്മങ്ങളാണോ വെച്ച് ലോക പുരോഗതിക്കായിട്ട് അതൊരു സുന്ദരമായ ലോകമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അതിന് നമ്മളെ സൃഷ്ടിച്ചു, നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്നു. പിന്നെ അപ്പോൾ അതിനെല്ലാം ശരിയായ നിശ്ചയമുണ്ട്. അതിനു അനുസരിച്ചാണ് നമ്മളെ നാഡികളിലൂടെ അപ്പോൾ ഈ പ്രാണനപാനൻ മുതലായ വായുക്കളിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പം അത് സഞ്ചരിക്കുന്നതും ഇതിൻ്റെ പ്രേരണയാലാണ്, അതിൻ്റെ ശക്തിയാലാണ്. അവൻ ഹൃദയത്തിൽ രാജാവിനെ പോലെ ഇരുന്ന് പ്രാണനെ മുകളിലേക്ക്. അപ്പോൾ അവൻ ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് രാജാവിനെ പോലെ, രാജാവാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്ന പോലെ ഈ ശരീരത്തിൻ്റെ രാജാവാണ് ആയിട്ട് ആ പരമാത്മാവ് ഹൃദയത്തിൽ ഇരുന്നു കൊണ്ട് പ്രാണനെ നാഡികളിലൂടെ മുകളിലേക്കും അപാനനെ താഴേക്കും തള്ളിക്കൊണ്ടിരിക്കുന്നു. അപ്പം മുകളിലോട്ടും താഴോട്ടും എല്ലാം ഈ സിഗ്നൽ സിസ്റ്റം ഹൃദയത്തിൽ നിന്ന് തള്ളിക്കൊണ്ട് നാഡികളിലൂടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ശരീരത്തിനകത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രമീകരിച്ചിരിക്കുന്നു. ഇതിലൂടെയാണ് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ ശരീരമെല്ലാം പ്രവർത്തിക്കുന്നത് ഈ പ്രാണൻ, അപാനൻ മുതലായ നാഡികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ്. അതിനാണ് വായു എന്ന് പറയുന്നത്.
എല്ലാ ദേവതകളും അവനെ ഉപാസിക്കുന്നു. എല്ലാ ദേവതകൾ എന്ന് പറയുമ്പോൾ ശരീരത്തിലുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും അതിനെ ആശ്രയിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും നമ്മളെ അകത്തുള്ള കിഡ്നികളും ശ്വാസകോശവും ഹൃദയവും എല്ലാം അതെല്ലാം ദേവതകളാണ്. നമ്മുടെ ശരീരത്തിലുള്ള ബുദ്ധി എല്ലാം ദേവതകളാണ്. കണ്ണ്, മൂക്ക് എല്ലാം തന്നെ അതെല്ലാം അതിൻ്റെ നിയന്ത്രണത്തിനാണ് ഉള്ളത്. അതുകൊണ്ട് അവയെല്ലാം ഇതിനെയാണ് ആശ്രയിക്കുന്നത്. ഈ സിഗ്നൽ സിസ്റ്റത്തിനനുസരിച്ചാണ് നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും വർക്ക് ചെയ്യുന്നത്. അങ്ങനെ പ്രാണൻ, മനസ്സ്, ബുദ്ധി എന്നിവയെല്ലാം അവയുടെ പ്രേരണയാൽ അവനെ പ്രസാദിപ്പിക്കുവാനായി സമസ്ത കാര്യങ്ങളും ചെയ്യുന്നു. അപ്പം പ്രാണനായാലും മനസ്സായാലും ബുദ്ധിയായാലും നമ്മുടെ ബുദ്ധിയായാലും എല്ലാം അതിൻ്റെ പ്രേരണയാൽ അതിനായിക്കൊണ്ട് വർക്ക് ചെയ്യുകയാണ്, അതിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ പരമാത്മാവിൻ്റെ എന്താണ് ലക്ഷ്യം? നമ്മളിലൂടെ ഒരു സുന്ദരമായ ലോകമുണ്ടാക്കണം. നമ്മളെ കൊണ്ട് കുറേ കർമ്മങ്ങൾ ചെയ്തിട്ട് അതിനനുസരിച്ച് നമ്മളെ ഇന്ദ്രിയങ്ങളെയും ബുദ്ധിയെല്ലാം അത് വർക്ക് ചെയ്യിപ്പിക്കുകയാണ്. ഇനി അപ്പം നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അതാണ് നിയന്ത്രിക്കുന്നത്. ഏതിലൂടെ? നമ്മളെ നാഡികളിലൂടെ വായു രൂപത്തിൽ പ്രവഹിക്കുന്ന, അതിനാണ് പ്രാണൻ, അപാനൻ മുതലായ വായുക്കളായിട്ട് പറയുന്നത്. അത് സിഗ്നൽ സിസ്റ്റമാണ്, നാഡിയിലെ സിഗ്നൽ സിസ്റ്റം. 4 എന്ന് പറയുന്നത് നോക്കാം. ഒരു ശരീരത്തിൽ നിന്നും മറ്റൊരു ശരീരത്തിലേക്ക് ഗമന സ്വഭാവമുള്ള ദേഹി അഥവാ ജീവാത്മാവ്, അവൻ നമ്മുടെ ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് മരിച്ചാൽ വേറൊരു ശരീരത്തിലേക്ക് പോകാൻ സ്വഭാവമുള്ള ജീവാത്മാവ്. അപ്പം ജീവാത്മാവ് എന്ന പരമാത്മാവിനെ പറ്റിയാണ് നേരത്തെ പറഞ്ഞത്. പരമാത്മാവാണ് എല്ലാവരുടെയും ശരീരത്തിലും കോമൺ ആയിരിക്കുന്നത്. പക്ഷേ എന്നിലിരുന്നിട്ട് അത് എന്നിലൊരു ജീവാത്മാവ്, ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കുന്ന ഒന്നാക്കിയിട്ട് മാറ്റുന്നുണ്ട്. അതാണ് ജീവാത്മാവ്. അപ്പം ഈ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ജീവാത്മാവ് എന്ന പ്ലാൻ അനുസരിച്ച്, ഇതെല്ലാം പ്ലാനുകളാണ്. പരമാത്മാവിൻ്റെ പ്ലാന് അത് പ്രപഞ്ചം മുഴുവനുള്ള പ്ലാനാണ്. അതിൽ ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങളുള്ള ഭാഗം വരുന്ന പ്ലാന് ജീവാത്മാവ് എന്ന് പറയുന്നു. പ്രപഞ്ചം മുഴുവനുള്ള പ്ലാൻ, പ്രപഞ്ചം മുഴുവൻ മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക ഒരു സുന്ദരമായ ലോകത്തിലേക്ക്. അതുണ്ടാക്കിയിട്ട് പിന്നെ പൊളിക്കും, പിന്നെ ഉണ്ടാക്കും, പൊളിക്കും. ആ പ്ലാനിൽ എന്നെ സൃഷ്ടിച്ചിട്ട് എനിക്കായ കുറച്ച് ജോലികളുണ്ട്, സബ് പ്ലാൻ എന്ന് പറയാം. ആ സബ് പ്ലാനാണ് ജീവാത്മാവ്. അതാണ് ഞാൻ എന്ന ചിന്ത ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും ഈ ശരീരം കൊണ്ട് കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അത് കളഞ്ഞിട്ട് വേറൊരു ശരീരം എടുക്കും. ആ ഞാൻ എന്ന ശക്തിക്ക് മനുഷ്യൻ ചെയ്യേണ്ട കർമ്മങ്ങളാണെങ്കിൽ ഈ മനുഷ്യ ശരീരത്തിൽ കയറിയിട്ട് അത് ചെയ്യും. അത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പട്ടി ചെയ്യേണ്ട ഈ കർമ്മമാണുള്ളതെങ്കിൽ പട്ടീൻ്റെ ശരീരം കിട്ടിയിട്ട് അതിൽ കയറിയിട്ട് ആ കർമ്മം ചെയ്യും. ഏതുപോലെ എന്നാൽ നമ്മൾ മണ്ണ് കളക്കാൻ വേണ്ടിയിട്ട് മൺവെട്ടി എടുക്കും, കളക്കും. കളച്ചെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ആ പുല്ലെല്ലാം ഒന്ന് മാറ്റണ്ടെങ്കിൽ പിന്നെ വേറൊരു സാധനമുണ്ട്, പുല്ലെല്ലാം അരിച്ചെടുക്കുന്ന സാധനം. അത് മൺവെട്ടി കൊണ്ട് ചെയ്താൽ ശരിയാവില്ല. അപ്പം ആ ഉപകരണം കളഞ്ഞിട്ട് വേറൊന്നെടുക്കും. അതുപോലെ ഈ ശരീരം ഒരു ഉപകരണം മാത്രമാണ്. ഇതിൻ്റെ അകത്തുള്ള കക്ഷി ഞാനെന്നത് ജീവാത്മാവാണ്. അപ്പം ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്ന ഈ ശരീരം കൊണ്ടുള്ള ജോലി ചെയ്യാനാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ മരിച്ചിട്ട് ഈ ജീവാത്മാവ് വേറൊരു ശരീരം സ്വീകരിക്കുക. അത് ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ആ ജന്മത്തിൽ എന്തെല്ലാമാണോ കർമ്മം ചെയ്യാനുള്ളത് അത് സ്വീകരിക്കും. പക്ഷെ പരമാത്മാവ് എല്ലാത്തിലും സാക്ഷി പോലെ നിൽക്കുന്നുണ്ട്. ഈ ശരീരം വിട്ടുപോകുമ്പോൾ അതോടുകൂടി ഇന്ദ്രിയങ്ങളും പ്രവർത്തനം കടന്നു പോകുന്നു. അപ്പം മരണം സംഭവിക്കുന്ന സമയത്ത് ഈ ജീവാത്മാവ് ഇവിടുത്തെ പ്രവർത്തനം നിർത്തുമ്പോൾ ആ ജീവാത്മാവാണ്, അല്ലേ അതിൻ്റെ പിന്നിലുള്ള പ്രാണനാണ് ഈ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ അതും അതോടുകൂടി തന്നെ പ്രവർത്തനം നിലക്കും.
ഏതുപോലെ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഇട്ട് എന്ന് വെച്ചോളൂ. ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമ്മൾ പാട്ടെല്ലാം കേൾക്കും. ആ സോഫ്റ്റ്വെയർ അടിച്ച് കളഞ്ഞാലോ പിന്നെ പാട്ട് CD ഇട്ടിട്ട് പാട്ട് പാടിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ എന്തെങ്കിലും കേൾക്കണമെങ്കിൽ അതിൻ്റെ സോഫ്റ്റ്വെയർ ലോഡ് ചെയ്യണം. ആ സോഫ്റ്റ്വെയർ ഇങ്ങോട്ട് എടുക്കുമ്പോൾ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിലക്കും. അതുപോലെയുള്ളൊരു സോഫ്റ്റ്വെയർ തന്നെയാണ് ജീവാത്മാവ്. അത് വിട്ടുപോകുമ്പോൾ ഈ ശരീരത്തിൻ്റെ ധർമ്മം കഴിഞ്ഞു. അപ്പം ഇന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനം, കണ്ണും മൂക്കും കയ്യും എല്ലാം പ്രവർത്തനം മതിയാക്കി അതിൻ്റെ കൂടെ തന്നെ പോകും. കാരണം അതാണ് പ്രേരിപ്പിക്കുന്നത്. പ്രേരിപ്പിക്കുന്ന ശക്തി അതാണ്. അത് നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇതും മതിയാക്കും. അപ്പോൾ ശരീരത്തിൽ കാഴ്ചയിൽ യാതൊന്നും തന്നെ അവശേഷിക്കുന്നില്ല. അപ്പോൾ ആ ശരീരം നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നിശ്ചലമായി നിൽക്കുകയാണ്. ഒന്നും തന്നെയില്ല, ജീവാത്മാവെല്ലാം പോയി. എങ്കിലും അതിൻ്റെ പിന്നിലെ പരമാത്മാവ് സമഭാവത്തോടെ ജീവിതത്തിലും ചൈതന്യത്തിലും ജഡത്തിലും ഒരുപോലെ വ്യാപ്തനാണ്. എന്നാൽ ആ പരമാത്മാവ് എന്ന് പറയുന്നത് മരിച്ചാലും ആ ശരീരത്തിൻ്റെ കൂടെയുണ്ട്. എന്താണ് പരമാത്മാവ്? പരമാത്മാവാണ് ഞാനായിട്ട് മാറിയത് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മം അല്ലെങ്കിൽ ആ പരമാത്മാവാണ് ഞാനായിട്ട് മാറിയിരിക്കുന്നത്. അപ്പം ഈ ശരീരവും തോലും എല്ലാം അത് തന്നെയാണ്. ഇപ്പം ചത്താലും ജീവാത്മാവ് പ്രവർത്തനം നിർത്തി, പക്ഷേ സാക്ഷിയായിട്ട് പിന്നിൽ നടക്കുന്ന ആ പരമാത്മാവുണ്ടല്ലോ, അത് ഈ ശരീരത്തിൽ തന്നെ അവിടെ ഇവിടെയെല്ലാം ഉണ്ട്. എല്ലാ അവയവങ്ങളും അത് തന്നെയാണ്. കാരണമാണ് തൂണിലും തുരുമ്പിലും കല്ലിലും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ആ പരമാത്മാവ്. കല്ലിന് ജീവനില്ലല്ലോ. അപ്പം കല്ലിൻ്റെ അകത്തും തൂണിലും എല്ലാം പരമാത്മാവ് ഉണ്ടെങ്കിൽ ഈ ശരീരം ചത്തു കഴിഞ്ഞാലും ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്ന ആ പരമാത്മാവ് തന്നെയാണ് ഈ ശരീരം ആയി മാറിയിരിക്കുന്നത്. അപ്പം പരമാത്മാവ് അവിടെ തന്നെയുണ്ട്. അതിന് നാശമൊന്നുമില്ല. അത് സർവ്വവ്യാപിയാണ്. ഈ ശരീരം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. പക്ഷെ അതിന് ചലനമില്ല. പരമാത്മാവ് നിർഗുണമാണ്. അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ജീവാത്മാവാണ് ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ശരീരത്തിന്. ആ ജീവാത്മാവ് നിർത്തുമ്പോൾ, അതുകൊണ്ടാണ് ബ്രഹ്മസാക്ഷാത്കാരം നേടുമ്പോൾ ജീവാത്മാവ് പരമാത്മാവ് പോയി ലയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴേക്ക് ശരീരമെല്ലാം ഒരുമാതിരി അവസ്ഥയെ ദ്രവിച്ചു പോകും. മരിക്കില്ല, പിന്നെ മരണമല്ല. മരണം എന്ന് പറയുന്നത് ജീവാത്മാവ് വിട്ടിട്ട് വേറൊന്നിലേക്ക് പോകുന്നതാണ് മരണം. പരമാത്മാവ് പോയി ലയിക്കുകയല്ലേ ചെയ്യുന്നത്. ആ ജീവാത്മാവ് വേറൊരു സമയത്തുമ്പോൾ വേറൊന്നിനെ സ്വീകരിച്ചിട്ട് അവിടെ കർമ്മം ചെയ്യുകയാണ്. പിന്നെയും കർമ്മമുണ്ട്. പക്ഷേ ഈ ജീവാത്മാവ് ആ പരമാത്മാവിൽ ലയിച്ചു പോയാൽ പിന്നെ ജനന മരണങ്ങളില്ല. ആ വ്യത്യാസമുണ്ട്. പക്ഷെ പരമാത്മാവ് എന്ന് പറയുന്നത് ഈ നഖം എല്ലാം പരമാത്മാവാണ്. അതായത് നമ്മൾ എല്ലാത്തിലും ഉണ്ട്. ഈശ്വരൻ തൂണിലും തുരുമ്പിലും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരം തുരുമ്പല്ലേ. ജീവൻ പോയാലും തുരുമ്പാണ്. അതിൻ്റെ അകത്ത് എന്തുണ്ട്? പരമാത്മാവ് അവിടെയുണ്ട്. അത് നിർഗുണമായിട്ടിരിക്കുകയാണ്. അതിനൊരു ഗുണവുമില്ല. അതുകൊണ്ട് ശരീരം പ്രവർത്തിക്കില്ല. ശരീരം അതിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ജീവാത്മാവ് എന്നൊരു പ്രോഗ്രാമാണ് ശരീരത്തെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് അവശേഷിക്കുക തന്നെ ചെയ്യും. പരമാത്മാവ് എപ്പോഴും ഉണ്ട്. ശരീരം കല്ലിലും തൂണിലും എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ചക്ര ശരീരത്തിലും പരമാത്മാവുണ്ട്. പരമാത്മാവില്ലാത്ത സ്ഥലമില്ല. ഇത് എവിടെയെല്ലാം പരമാത്മാവുണ്ട്. ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും വിവരിക്കാൻ പറ്റില്ല. ഈശ്വരനെ ആർക്കും, അത് ഏകനാണ്, അതില്ലാത്ത സ്ഥലമില്ല. അതിനെ ആർക്കും വ്യാഖ്യാനിക്കാൻ പറ്റില്ല.